ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് ഡെസ്ക് ഓർഗനൈസർ ആയിട്ടോ അല്ലെങ്കിൽ പെൻ ഹോൾഡർ ആയിട്ടോ പെൻസിൽ ഹോൾഡർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അതുപോലെ തന്നെ കാണാറും നല്ല കളർഫുള്ളാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കാർഡ്ബോർഡിൻ്റെ പീസാണ് വേണ്ടത്. സൈസ് 30 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ തന്നെ 15 സെൻറ്റിമീറ്റർ വീതിയും. അങ്ങനെയാണ്. ഈ സെയിം സൈസ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് സൈസ് കൂട്ടിയെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഷേപ്പ് റെക്റ്റാങ്കിൾ ആയാൽ മാത്രം മതി. ഇനി നമുക്ക് നല്ല കളർഫുൾ പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. പേപ്പറിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. നല്ല നീറ്റായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുത്താൽ മതി. ബാക്ക് സൈഡ് കവർ ചെയ്യേണ്ട, ഫ്രണ്ട് മാത്രം ഒന്ന് കവർ ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കുറച്ച് സ്റ്റിക്കി നോട്ട്സ് ആണ്. ഞാനിപ്പോൾ എടുത്ത സ്റ്റിക്കി നോട്ടിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററും വീതി 7 സെൻറ്റിമീറ്ററും ആണ്. ഇനി സ്റ്റിക്കി നോട്ട് കയ്യിലില്ലാത്തവർ ഇതുപോലത്തെ കളർ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇതേ സെയിം സൈസിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നമുക്കിത് പെൻസിലോ പേനോ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇതിപ്പോൾ സ്റ്റിക്കി നോട്ട് ആയതുകൊണ്ട് എൻഡിൽ ഗ്ലൂ തേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്ലൂ തേച്ചിട്ടൊന്ന് എൻഡിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലത്തെ കുറേ അധികം ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ 4 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് റോൾ ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 അതിലധികമോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് റോൾ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു ബോക്സും ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ളൊരു ബോട്ടിലാണ് വേണ്ടത്. ഞാനിപ്പോൾ പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്ത് ബോട്ടിലായാലും പ്രശ്നമില്ല, റൗണ്ട് ആയാലും മതി. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കളർ പേപ്പറില്ലേ അതിൻ്റെ നീളത്തിനേക്കാളും 2 സെൻറ്റിമീറ്റർ കുറവായിരിക്കണം. അപ്പോൾ നമ്മളിവിടെ നീളം എടുത്തത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബോക്സിൻ്റെ ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കളർ പേപ്പർ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ നീളത്തിൻ്റെ ഒരു 2 സെൻറ്റിമീറ്റർ കുറച്ചിട്ടെടുത്താൽ മതി. ഇനി നിങ്ങൾ എടുക്കുന്ന ബോക്സിനോ അല്ലെങ്കിൽ ബോട്ടിലിനോ നീളം കൂടുതലാണെങ്കിൽ നമുക്ക് മുകളിൽ വെച്ചിട്ട് കറക്റ്റ് സൈസിനൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ സ്റ്റിക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു കളറിൻ്റെ ഓർഡർ ഉണ്ടായിരിക്കുമല്ലോ, ആ സെയിം ഓർഡർ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക. ആദ്യം ഞാൻ ബോക്സാണ് കവർ ചെയ്തിട്ട്, അതിനുശേഷം ഞാൻ ബോട്ടിലും കൂടെ കവർ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ഓരോന്നും വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഫോളോ ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരുപാട് DIY ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി ഈ ബോട്ടിലും കൂടെ ഒന്ന് റൗണ്ടിൽ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ സ്റ്റിക്കി നോട്ടിൻ്റെ റോളിൻ്റെ കുറച്ച് ഭാഗം ഇതുപോലെ 2 ഇഞ്ച് മുകളിലായിരിക്കും. അപ്പോൾ കാണാൻ ഒന്നും കൂടി ഭംഗി കൂടുതലായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ബോക്സിൻ്റെയും ബോട്ടിലിൻ്റെയും 2 ഇഞ്ച് സൈസ് കുറച്ചെടുക്കുന്നത്. നല്ല ഭംഗിയിൽ രണ്ടും കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കളർ കോമ്പോയിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കളർ കോമ്പോ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് എടുത്താലും മതി. ഇനി നമുക്ക് ആദ്യം കവർ ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസിൻ്റെ മുകളിലേക്ക് ഇത് രണ്ടൊന്ന് വെച്ചൊട്ടിച്ച് കൊടുക്കണം. അതിൽ ബോക്സ് നമ്മളെ നീളത്തിലാണ് വെച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, രണ്ടും കാർഡ്ബോർഡ് പീസിൻ്റെ 2 അറ്റത്തായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അതുപോലെ ബോട്ടിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ കാർഡ്ബോർഡ് പീസിൻ്റെ അറ്റത്ത് തന്നെ വേണം, പക്ഷേ സെൻറ്ററിൽ വേണം ഒട്ടിച്ച് കൊടുക്കാൻ. ഞാനിപ്പോൾ ചെയ്യുന്നത് നോക്കി ചെയ്താൽ മതി. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. ഇനി ബാക്കി വന്ന റോളും കൂടി നമുക്ക് ഇതേ കളർ കോമ്പോയിൽ തന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഞാനിപ്പോൾ ഒട്ടിച്ച് കൊടുക്കുന്ന പോലെ വീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് അവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതും കൂടി കംപ്ലീറ്റ് ചെയ്താൽ നമ്മളെ ഓർഗനൈസർ ഇവിടെ റെഡിയായി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞാൻ നെട്ടിപ്പോയി. ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്ര പെർഫെക്റ്റിൽ കിട്ടുമെന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ടില്ല. അത്രക്കും ഭംഗിയുണ്ട് ഫൈനൽ ലുക്ക് കാണാൻ. വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇതിൻ്റെ കളർ കോംബോ ഒരു രക്ഷയില്ല, നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കളേഴ്സ് നിങ്ങളും സെലക്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റും. നല്ല കട്ടിയിൽ കാർഡ്ബോർഡ് പീസൊക്കെ എടുത്ത് നല്ല ഗ്ലൂ ഒക്കെ തേച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇതിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിൽ വെക്കാൻ പറ്റും. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഡെസ്കിലൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.